റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ക്രീമി ആയ അവക്കാഡോ ഷേക്ക് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ടേസ്റ്റ് ആൻഡ് മേക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ടത് അവക്കാഡോ തന്നെ. ഇതിനായി നല്ല പഴുത്ത അവക്കാഡോ തന്നെ വേണം. ഇപ്പം എങ്ങനെ നോക്കാന്നാണെങ്കിൽ ഇതിന്റെ തൊലി ചെറുതായിട്ട് കറുത്തിട്ടായി വരികയും ചെയ്യും. അതുപോലെ തന്നെ അമർത്തുമ്പോൾ ചെറിയൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി നോക്കാം. അണ്ടിപ്പരിപ്പ്, തേന്, ബൂസ്റ്റ്, പഞ്ചസാര, കട്ടപ്പാല്. ഇനി അവക്കാഡോ ഒന്ന് നടുവിലൂടെ മുറിച്ച് ഇത് ഇത്രയേ ഉള്ളൂ. 2 ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഈ വലിയ സീഡ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിലെ പൾപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണോളം തേനും ചേർത്ത് കൊടുക്കാം. തേൻ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലേ പഞ്ചസാരയുടെ അളവൊന്ന് കൂട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇനി കട്ടപ്പാലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ലിറ്ററിന്റെ ഒരു പാക്കറ്റാണ് എടുത്തത്. ഇനി ഇതിന്റെ പുറത്തുള്ള സഞ്ചി ഇതുപോലെ മുറിച്ച് കളയാം. ഇനി ഇതിനെ മുറിച്ച് ചെറിയ ചെറിയ ക്യൂബുകളാക്കി മാറ്റാം. അങ്ങനെ ആക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയല്ല, ഇതിന്റെ പാക്കറ്റ് മാറ്റുന്നതിന് മുൻപ് തന്നെ നല്ല കനമുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് അടിച്ച് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്താലും പ്രശ്നമില്ല. ഞാൻ ഇവിടെ ഒരു എളുപ്പപ്പണി എടുത്തതേ ഉള്ളൂ. ഇനി ഇത് മുഴുവൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇടയ്ക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല ക്രീമിയായ നല്ല ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. മുകളിൽ മുറിച്ച് വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.